ഒരു സമൂഹത്തിന് സുഖമായിട്ട് ദീനീബോധവുമായിട്ട് ജീവിക്കാൻ കഴിയുന്ന, ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇത്രയും ആൾക്കാർ ഇവിടെ ഈ ഒരു സിയോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവും മുസ്ലിമായിട്ടുള്ള. വികസിച്ച് കഴിഞ്ഞതാണ് ഒരു 25 വർഷം മുന്നേ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പുതിയ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ ദുബായ് പോലെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യും. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെൻറ്റർ ഓഫ് കൊറിയ കണ്ടില്ല നിങ്ങൾ. ഹാജി ആൻഡ് ഉംറക്കുള്ള സൗകര്യങ്ങൾ. പിന്നെ 3 ഭാഷയിലാണ് മൂപ്പര് കുത്തുബ പറഞ്ഞത് കേട്ടോ. അത് ഭയങ്കര സംഭവം. 3 ഭാഷയിൽ, അറബിയിലും പറഞ്ഞു, ഇംഗ്ലീഷിലും പറഞ്ഞു, ഇതിലും പറഞ്ഞു. അതെ, ഇതിന് സൗദി അറേബ്യ, മലേഷ്യയും പിന്നെ അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങൾ മുൻകൈ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ പൊതുവേ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലിപ്പം കൊറിയ എന്ന് പറഞ്ഞ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു ജൻസിയിലോ തീർന്നോളൂല്ലേ. അപ്പൊ ഇത് കേട്ടോകള് ജൻസി കാണുന്ന ഒരു സംഭവം യൂറോപ്പ് പോലെ തന്നെ ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ ഇനി അടുത്ത ലോകങ്ങൾ തെരഞ്ഞു പോകേണ്ടി വരും. ചെറിയൊരു ബിസിനസിന്റെ ആവശ്യത്തിന് വന്നതാണ്. പക്ഷെ നമുക്ക് മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് കൂടെ ബിസിനസ് ചെയ്യുന്ന വലിയൊരു പോസിബിൾ ആയ കാര്യമല്ല. ഓക്കെ വിദേശ രാജ്യങ്ങളിലൊന്നും ഇസ്ലാമികമോ ദീനീപരമായോ കാര്യങ്ങളില്ലാന്ന് നമ്മൾ പല ഭാഗത്തുനിന്നും അറിയാൻ കഴിയലുണ്ട്. പക്ഷെ അതൊന്നുമല്ല. പുതിയ കൊറിയ എന്നുള്ള നാട്ടിലെ ട്രെൻഡ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ ട്രെൻഡൊന്നും ട്രെൻഡല്ല മക്കളെ, അത് വെറും വീഡിയോ കണ്ട് നിങ്ങൾ കൂടെ നടന്നാൽ മതി. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സിയോളിലാണ്, കൊറിയ, സൗത്ത് കൊറിയ സിയോളിൽ. അപ്പോൾ ഇന്നിവിടെ നോൻപൊക്കെ പ്രമാണിച്ചിട്ടുള്ള നമ്മൾ പള്ളി തിരഞ്ഞു പോവുകയാണ്. സിയോളിൽ നമ്മൾ ജുമാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പള്ളിയേ ഉള്ളൂ, സെൻട്രൽ മസ്ജിദ് എന്ന് പറയും. പിന്നെ അല്ലാത്ത ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ആൾക്കാർ നിസ്കരിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഇവിടുത്തെ. അപ്പോൾ ആ പള്ളിയിലേക്കാണ് പോകുന്നത് നമ്മൾ. അപ്പോൾ ഇന്ന് നോമ്പ് കാലമായ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പം നമ്മൾ ഒന്ന് കുളിച്ചൊക്കെ ഉഷാറായി, സാധാരണ കുളിക്കാറുണ്ട്, പക്ഷേ ഒന്നുകൂടി നോമ്പിനൊക്കെ ആയതുകൊണ്ട് പോകാനുള്ള ഒരു സന്തോഷം കൊണ്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മൾ ആ പള്ളിയിലേക്കുള്ള യാത്രയാണ്. പള്ളിയിൽ നിസ്കാരങ്ങൾ എന്തൊക്കെയാണ്, കൊറിയയിലെ നിസ്കാരങ്ങൾ, മുസ്ലിങ്ങളുടെ എന്തൊക്കെയാണ് നിസ്കാര കാര്യങ്ങളിലുള്ള ഇന്നത്തെ ആ ഒരു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മളെ എപ്പിസോഡ് ഉള്ളത്. അപ്പോൾ നമ്മളെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം -1 നോർമൽ തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈ ഫീലൊന്നുമില്ല. വലിയ റോഡുകളൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ. ശരിക്കും സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഏകദേശം വികസിത രാജ്യം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഓൾമോസ്റ്റ് വികസിച്ച് കഴിഞ്ഞതാണ് ഒരു 25 വർഷം മുന്നേ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പുതിയ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ ദുബായ് പോലെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യും. കാരണം ഇത് ഒരു 25-30 കൊല്ലത്തെ പഴക്കമായി പോയല്ലോ. ഇവിടുത്തെ ബസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ബസ്സുകളാണ്. വരിയായിട്ട് നമ്പറുകൾ ഇങ്ങനെ വന്നു പോകും. നമ്മൾ റോഡിൻ്റെ സൈഡിലാട്ടോ, അവിടെ ഒരു ട്രാക്ക് ഉണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ ഉണ്ടാക്കി വെച്ച് ഇവിടെയും ട്രാക്ക്. ഇവിടുന്ന് നമ്മളെ കയറ്റിയിട്ട് നേരെ അത് ട്രാക്കിലേക്ക് കയറുക ചെയ്യാം. എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് പോലെ തന്നെ ഇവിടേക്ക് എത്തുന്ന ലിറ്റിൽ ഇന്ത്യ സോൾ ഹലാൽ. എല്ലാ സിറ്റികളിലും ലോകത്തിൽ നമ്മൾ പള്ളീൻ്റെ അടുത്തേക്ക് എത്തുമ്പം നമുക്കൊരു മുസ്ലിങ്ങളെ ഹലാലായിട്ടുള്ള റെസ്റ്റോറൻറ്റ്, അവിടെ താമസിക്കുന്ന ആൾക്കാർ, അധികം ആൾക്കാർ ഈ ചുറ്റുവട്ടത്താണ് താമസിക്കുക. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു മുസ്ലിം കൾച്ചറായിട്ട് ഉള്ള ആൾക്കാരായിരിക്കും ഈ ഭാഗങ്ങളിൽ കൂടുതൽ കാണുക. അപ്പം ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇതേപോലെ വിദേശത്തൊക്കെ വരുമ്പോൾ മസ്ജിദിൻ്റെ ഭാഗങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ വിദേശികളാണെങ്കിൽ പോലും മദ്രസയുണ്ട്, ഈസി ഡൊണേഷൻ, എല്ലാ സൗകര്യങ്ങളും. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സെൻറ്റർ ഓഫ് കൊറിയ കണ്ടില്ല നിങ്ങൾ. ഹാജി ആൻഡ് ഉംറക്കുള്ള സൗകര്യങ്ങൾ, അങ്ങനെ വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇത് 1976 ഇതുണ്ടായത്. ഓക്കെ, ഇതിന് സൗദി അറേബ്യ, മലേഷ്യയും പിന്നെ അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങൾ മുൻകൈ എടുത്തിട്ടാണ്
ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഉണ്ടാക്കിയത്. മെയിൻ സൗദി അറേബ്യയും മലേഷ്യയാണ് ഇതിന് മുൻകൈ എടുത്തത്. ബാക്കി ഇവിടെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് മസ്ജിദ് ഉണ്ടാക്കിയത്. അപ്പോൾ മസ്ജിദിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ മദ്രസ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾക്കും കാര്യങ്ങൾക്കും ഉള്ള ഒരു ഭാഗമാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണുന്നില്ല. ഈ ബിൽഡിംഗ് മൊത്തം അതിൽ പെട്ടാട്ടോ. അപ്പം ഒരു സൗദി ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ അതിൽ കുറവുണ്ടാവില്ലല്ലോ. ആ രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുത്തുണ്ടാക്കിയ 1976 നിർമ്മിക്കപ്പെട്ട മസ്ജിദാണിത്. ഇവിടെ നമ്മൾ കയറി വരുമ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. ഇവിടെ കുറേ ബോർഡുകൾ കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഇവിടെ മദ്രസ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതൊക്കെ കണ്ടില്ലേ പോകുന്ന ഭാഗങ്ങളിലേക്ക്. ഇതൊരു ഉയർന്ന സ്ഥലമായിട്ടാണ് ഉള്ളത്. പള്ളി ഉണ്ടെങ്കിൽ ഭയങ്കര സൗകര്യങ്ങളുള്ള ഒരു പള്ളിയാണ് കേട്ടോ. പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സ്കൂൾ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇത് പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസിൻ്റെ ആണ് ഇതിനെ ഇനീഷ്യേറ്റ് എടുത്ത ആൾ. പള്ളീൻ്റെ കാഴ്ചകളാണ്. 76 നിർമ്മിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 50 വർഷത്തെ പഴക്കമുള്ള ഒരു മസ്ജിദാണ് നമ്മൾ ഈ കാണുന്നത്. ആ സമയങ്ങളിലാണ് ഇവിടെ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞതുപോലെ തന്നെ പറയാം. നമുക്ക് ഒരു പള്ളി വരുമ്പോഴാണ് മൊത്തത്തിൽ എല്ലാ സംഗതിയും വരുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ബോർഡൊക്കെ കണ്ടെങ്കിൽ അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും വലിയ സൗകര്യത്തിലാണ് നമ്മൾ കാണുന്നത്. നല്ല ഉയർന്ന സ്ഥലത്ത് കേട്ടോ. ഇവിടെ വുമൻസ് പ്രെയർ റൂം എന്ന് പറഞ്ഞിട്ട് ലേഡീസിന് വേറെ തന്നെ ഓപ്ഷൻസ് സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെ ആൾക്കാരും ഇവിടെ എത്തുന്നുണ്ട്. പല ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സിറ്റിയിൽ നിന്ന് സോൾ സിറ്റിയാണ് നമ്മൾ കാണുന്നത്. സിയോൾ സിറ്റിയാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ഭാഗത്താണ് ശരിക്ക് ഈ മസ്ജിദ് നിലനിൽക്കുന്നത് കേട്ടോ. ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സംഗതി കേട്ടോ. നമ്മൾ സാധാരണ ചില സ്ഥലങ്ങളിൽ ചില രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു ചെറിയ തട്ടുകൂട്ട് പരിപാടിയല്ല. ഒരു സമൂഹത്തിന് സുഖമായിട്ട് ദീനീബോധവുമായിട്ട് ജീവിക്കാൻ കഴിയുന്ന, ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ കൊറിയയിലെ സിയോളാണ്. സിയോളിൽ പള്ളിയിലേക്ക് വന്ന സമയത്ത് നമ്മളെ 2 സുഹൃത്തുക്കളെ പരിചയപ്പെട്ടിട്ടോ. നാട്ടിൽ ഉള്ള ആൾക്കാരാണ്. ഒന്ന് കണ്ണൂരുള്ള ആളാണ്, ഒന്ന് കാസർഗോഡ് കേട്ടോ. കാസർഗോഡ്. അപ്പോൾ ഇതാ നമ്മൾ പരിചയപ്പെടുകയാണ്. ഹായ് പറയൂ. എൻ്റെ പേരെന്താ? റിയാസ്. 4 വർഷമായി എന്നാ പറഞ്ഞത്. ഇവിടെ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാൻ. പഠിക്കുന്നൊന്നുമില്ലല്ലോ. ഇവിടെ നിങ്ങൾ കാസർഗോഡ്. പേര് പറയും. സാദിഖ്. എത്ര വർഷമായി? 5 വർഷമായി. ഇവിടെ തന്നെ നിൽക്കുന്നോ? തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ടോ? കല്യാണം കഴിച്ചാൽ തിരിച്ചു വരുമോ? ഇല്ല, തിരിച്ചില്ല. നിങ്ങൾ എന്താണ് അഭിപ്രായം? കൊറിയനെ പറ്റിയിട്ടൊരു അഭിപ്രായം അറിയാനോ? കൊറിയ മോശമില്ല, തണുപ്പ് കുറച്ച് സീനാണ് ഇവിടെ. അതെ, അത് പിന്നെ യൂറോപ്പിലൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ പൊതുവേ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലിപ്പം കൊറിയ എന്ന് പറഞ്ഞ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു ജൻസിയിലോ തീർന്നോളൂല്ലേ. അപ്പൊ ഇത് കേട്ടോള്, ഇതാണ് സത്യസന്ധമായ കാര്യം. അത് വെറും നമ്മൾ സിനിമ കാണുന്ന മാതിരി ഡ്രാമാസിന്റെ കാര്യങ്ങളിൽ അവർ ഭയങ്കര ക്രിയേഷനുള്ള ആൾക്കാരാണ്. ഫാഷൻ ഉണ്ട്, ഇതൊക്കെ സത്യമാണ്. പക്ഷേ സംഭവം ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ അല്ലേ, പക്ഷേ മോശമൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ശമ്പളം ഉണ്ട്, ജോലി കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ പ്രോബ്ലം നമ്മൾ വലിയ സംഭവമായിട്ട് കാണുന്ന ജൻസി കാണുന്ന ഒരു സംഭവം യൂറോപ്പ് പോലെ തന്നെ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലോകങ്ങൾ തെരഞ്ഞു പോകേണ്ടി വരും. അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് പറയാനുള്ളത് ഇതാണ്. എനിക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് ഇതാണ്. എന്താണ് പറയാനുള്ളത്? ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ നിങ്ങളത് ഓല് വരുന്നതിനുള്ള ബ്ലോക്ക് ഇടലാണോ? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണോ? ഓല് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ടാണോ? വന്നോളി, വന്ന് പഠിച്ചോളി. പക്ഷേ പറയാനുള്ളത് ആത്മാർത്ഥമായിട്ട് പറയൂലേ. നിങ്ങൾ വേറെ ഏതെങ്കിലും പുതിയ സ്ഥലമൊക്കെ കണ്ടെത്തി ഇവിടെ വന്ന് പെട്ടുപോയാൽ പെട്ടതാണ്. ഗൾഫിൽ പോയി പെടല്, യൂറോപ്പിൽ പോയി പെടല്, US പോയി പെടല് എന്നൊക്കെ ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ പുതിയ കൊറിയ എന്നുള്ള നാട്ടിലെ ട്രെൻഡ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ ട്രെൻഡല്ല മക്കളെ. അത് വെറും വീഡിയോ കണ്ട് നിങ്ങൾ കൂടെ നടന്നാൽ മതി. ഇവിടേക്ക് അതിനു വേണ്ടി കഷ്ടപ്പെട്ട് വന്നാൽ ഇനി കാണാനൊക്കെ വന്നോളൂ കേട്ടോ. കാണാനൊക്കെ അടിപൊളി ബ്യൂട്ടിയുള്ള നല്ല സ്ഥലമാണ്. അതല്ലാതെ ടൂറായിട്ട് വരാമെന്നല്ലാണ്ട് നിങ്ങളെ ജോലിയോ വിദ്യാഭ്യാസമോ ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു രാജ്യവും കൂടി സെലക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അല്ലേ. നഷ്ടപ്പെടണ്ടെങ്കിൽ അടുത്തൊരു രാജ്യവും കൂടി നിങ്ങൾ കണ്ടുവെച്ചു. അപ്പം നമ്മൾ പള്ളിയിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിറയുന്നതിൻ്റെ മുന്നേ കയറണം. നമ്മളിവിടെ എത്ര മണിക്കാണ് ജുമ?
12. നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ തന്നെയാണോ വരിക? അല്ല, നമ്മൾ വേറെ ആവശ്യത്തിന് ഇവിടെ വന്നതാ. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല പള്ളികളുണ്ടോ? ഇല്ല, ഇതേപോലത്തെ പള്ളിയല്ല, ചെറിയൊരു റൂം എടുത്തിട്ടില്ല. ആ, റൂം എടുത്തിട്ട് ചെയ്യുന്ന പോലെ അല്ലേ? അതല്ലാതെ മിനാരൊക്കെ ആയിട്ടുള്ള പള്ളി അങ്ങനെ ഒന്നുമില്ല. പള്ളി ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വരുന്നത് ബൂസാനിൽ. ആ, ബൂസാനിലൊരു പള്ളിയുണ്ട്. കറക്റ്റ്, അത്രേ ഉള്ളൂ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ വന്ന വഴിയൊന്ന് പറയൂ, എങ്ങനെയാ വന്നിരുന്നത്? ഞാനിവിടെ 4 വർഷം മുന്നേ വന്നതാണ്. ഓക്കെ. ബിസിനസ് വിസിറ്റ് ഖത്തറിൽ, ഞാൻ അവിടെ ഖത്തറിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടുന്ന് ബിസിനസ് വിസിറ്റ് അപ്ലൈ ചെയ്ത് ചെറിയൊരു ബിസിനസിന്റെ ആവശ്യത്തിന് വന്നതാണ്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് കൂടെ ബിസിനസ് ചെയ്യുന്ന വലിയൊരു പോസിബിളായ കാര്യമല്ല. അപ്പൊ പിന്നെ ഞാനിവിടെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇവിടുന്ന് അതിൽ കയറി. ഖത്തറിലും നിങ്ങൾ ഇതേപോലെ ജോലി തന്നെയായിരുന്നു? ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൊറിയനെ പറ്റിയിട്ട് ഭയങ്കര കാഴ്ചപ്പാടിലാണോ വന്ന്? കൊറിയ സംഭവമാണെന്നൊക്കെ തോന്നിയോ? അല്ലെങ്കിൽ കൊറിയനെ ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല. വിസ 2-3 രാജ്യത്തേക്ക് അപ്ലൈ ചെയ്ത്, പക്ഷെ കൊറിയ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് വന്നെന്ന് മാത്രം. നിങ്ങളെങ്ങനെ വന്ന്? സെയിം. നിങ്ങൾ ഒരുമിച്ചല്ലല്ലോ? നിങ്ങൾ ആദ്യം വന്ന് പിന്നെ വന്നു അല്ലേ? അതെ 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 അതെ. ഇവരൊക്കെ നമ്മളെ മുഫീന്റെ മാതിരി കേട്ടോ. മുഫി ഇവിടെ കഫ്റ്റീരിയ തുടങ്ങാൻ വന്ന, ദുബായിലെ കഫ്റ്റീരിയ കോവിഡിന്റെ സമയത്ത് പോയപ്പോൾ പിന്നെ നേരെ മൂപ്പര് കൊറിയയിൽ കഫ്റ്റീരിയ തുടങ്ങാൻ വന്ന. ഇതാണ് അവസ്ഥ. നമ്മളെ ബാങ്ക് കൊടുക്കുന്നു കേട്ടോ. പള്ളിയിലേക്ക് എല്ലാവരും എത്തി. എല്ലാവരും സുന്നത്ത് സംസ്കാരത്തിലാട്ടോ. വലിയ പള്ളിയാണ്. التوبة we have delayed must be acted upon now. Ramadan comes every year, but we cannot remain in the same spiritual state year after year. This Ramadan must become a meaningful turning point that elevates our lives to higher level of faith. وارض اللهم عن الخلفاء الراشدين ابي بكر وعمر وعثمان وعلي وسائر الصحابه الاكرمين. اللهم انا نسالك من الخير كله عاجله واجله، ونسالك الجنه لنا ولوالدينا ولمن له حق علينا وللمسلمين اجمعين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات انك سميع قريب مجيب الدعوات. وادخل اللهم في عفوك وغفرانك ورحمتك اباءنا وامهاتنا وجميع ارحامنا ومن له حق علينا. اللهم اجعل جمعنا هذا جمعا محروما. ഒരുപാട് രാജ്യക്കാരുണ്ട് കേട്ടോ. നമ്മൾ ആഫ്രിക്കക്കാരെയും കാണുന്നുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ തുർക്കിക്കാർ, കാര്യമായിട്ട് തുർക്കിക്കാരുണ്ട്. കുറച്ച് മലേഷ്യക്കാരെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അറബി രാജ്യങ്ങളിൽ, സിറിയ അങ്ങനത്തെ രാജ്യങ്ങളിലുള്ള കുറേ ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ മൈഗ്രേഷന് സാധ്യതകളില്ല. ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാനേ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന അവസരങ്ങളൊന്നുമില്ല. പക്ഷേ ആഫ്രിക്കക്കാരെയും നമ്മൾ കാണുന്നുണ്ട് കുറേ. ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. സ്ത്രീകൾ പല ഇവിടെ ഉള്ളവരും ഉണ്ട്, അതല്ലാണ്ട് വിദേശത്തുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഉള്ളത്.
സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥലം തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട് മുഫി? എങ്ങനെയുണ്ട് പള്ളി? അടിപൊളി പള്ളിയാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാർ ഇവിടെ ഈ ഒരു സിയോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവും. മുസ്ലിമായിട്ടുള്ള ഇതുമായിട്ട് അത്രത്തോളം താല്പര്യമുള്ള ആൾക്കാരാണ് ഈ പങ്കെടുക്കുക. താല്പര്യമില്ലാത്ത മുസ്ലിങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഇതുപോലത്തെ പള്ളികളിൽ ഇങ്ങനത്തെ ഇതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിശ്വാസികളായ ആൾക്കാരാണ് ഇതിലൊക്കെ വന്ന് പങ്കെടുക്കട്ടോ. അപ്പം വളരെ എന്താ പറയുക, ഒരു പ്രത്യേകത ഉള്ള നമുക്കെന്തോ ഒരു സന്തോഷം നൽകുന്ന രീതിയിലാണ് ഇവിടുത്തെ ജുമാന് മനസ്സിലായത്. ഇവിടുത്തെ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അറബിക്കിലും 3 ഭാഷയിലും ഇവർ സംസാരിക്കുന്നുണ്ട്. മനസ്സിലാവും, 3 ഭാഷയിലും ഇവർ സംസാരിക്കുന്നുണ്ട് ഖുതുബ. അപ്പം പല രാജ്യക്കാർ, നമ്മൾ സിറിയ, ഇറാന്, ആഫ്രിക്ക, അതേപോലെ നമ്മൾ ഇന്ത്യക്കാരിൽ തന്നെ മലയാളികളുണ്ട്, ഇവിടുത്തെ ആരുണ്ട്, പിന്നെ മലേഷ്യക്കാരുണ്ട്. അങ്ങനെ നമുക്ക് ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. കൊറിയയിൽ സോളിലെ ഈ മസ്ജിദിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു സന്തോഷമാണ്, ഒരു ഭാഗ്യമാണ്. ഇതേപോലെ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പള്ളികളിൽ സുജൂദ് ചെയ്യാൻ കഴിയാന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായിട്ട് കാണുന്ന ഒരു സംഗതി കേട്ടോ. ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊന്നും ഇസ്ലാമികമോ ദീനീപരമായോ കാര്യങ്ങളില്ലാന്ന് നമ്മൾ പല ഭാഗത്തുനിന്നും അറിയാൻ കഴിയലുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമികമായിട്ടുള്ള പ്രവർത്തനവും അതിൻ്റെ സഹിയായിട്ടുള്ള നല്ല മതവിശ്വാസങ്ങളും അതിൻ്റെ തത്വങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഓരോരോ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ലേശം തണുപ്പ് കുറവുണ്ട് കേട്ടോ. ഇന്നലത്തെ മാതിരി മൈനസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറച്ച് ഓപ്പണായിട്ട് നിൽക്കുന്നു കേട്ടോ. കോഫി പള്ളിയൊക്കെ കഴിഞ്ഞില്ലേ? പള്ളി കഴിഞ്ഞു. എന്താണ് അവസ്ഥ? അൽഹംദുലില്ലാ, ഒരു ഫസ്റ്റത്തെ വില്ലേജ് അല്ലേ ആണല്ലേ, ഒരു പ്രത്യേക സന്തോഷം കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലേ പള്ളിയിൽ. പിന്നെ 3 ഭാഷയിലാണ് മൂപ്പര് കുത്തുബ പറഞ്ഞത് കേട്ടോ. അത് ഭയങ്കര സംഭവമായിരുന്നു. 3 ഭാഷയിൽ, അറബിയിലും പറഞ്ഞു, ഇംഗ്ലീഷിലും പറഞ്ഞു, ഇതിലും പറഞ്ഞു. ഭാഷയിലും പറഞ്ഞു. അതെ. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ? ആ, ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകല്ലേ. അപ്പോൾ അങ്ങനെ കൊറിയയിൽ വരുന്ന ആൾക്കാർക്ക്, സൗത്ത് കൊറിയയിൽ വരുന്ന ആൾക്കാർ സിയോളിൽ ഈ മസ്ജിദിനോടനുബന്ധിച്ച് മദ്രസ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് വേറെ സെക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. അപ്പം ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനും അറിയിക്കുകയാണ്. അപ്പോൾ സൗത്ത് കൊറിയയിൽ നിന്നും നമ്മൾ സിയോൾ സെൻട്രൽ മസ്ജിദിൽ ആണ് ജുമാ ഇപ്പോൾ കഴിഞ്ഞത്. ഇത്താവനിൽ, അതായത് സിയോളിലെ ഇത്താവനിൽ ആണ് പ്രധാനപ്പെട്ട സ്ഥലം കേട്ടോ. അവിടെ നമ്മൾ സെൻട്രൽ മസ്ജിദ് എന്നാണ് ഇതിൻ്റെ പേര്. 76 ഉണ്ടാക്കിയാണ് ഞാനൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞതിലും പിന്നെ ഇതേപോലെ നാളെ നിങ്ങൾ വരികയാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുക ഒക്കെ തന്നെ നമുക്ക് സന്തോഷമുള്ള വിഷയങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെയും ബായ്, അസ്സലാമു അലൈക്കും.